അതുകൊണ്ട് എന്തോ ഒരു ആക്രി സാധനം കൊണ്ടുവരാണ്. ഹായ് കൂട്ടുകാരെ, റെയിൻ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിത് ആക്രിക്കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നൊരു ഫ്രിഡ്ജ് ബോക്സ് ആണ്. ഈ ഫ്രിഡ്ജ് ബോക്സ് കൊണ്ട് നമുക്ക് നല്ലൊരു ഉപയോഗമുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബോഗൻവില്ല, നമ്മുടെ ഹൈബ്രിഡ് ബോഗൻവില്ലയുടെ കട്ടിങ്സ് കിളിപ്പിക്കാനുള്ള ഒരു എളുപ്പ മാർഗ്ഗമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഫ്രിഡ്ജ് ബോക്സ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. ഇത് പഴയ ഫ്രിഡ്ജിൻ്റെ ബോക്സാണ്. അപ്പോൾ ആക്രിക്കടയിലൊക്കെ നമുക്കൊരു 100 രൂപയ്ക്കൊക്കെ മേടിക്കാൻ കിട്ടും. നമുക്കിതുകൊണ്ട് നല്ല യൂസുണ്ട്. അപ്പോൾ ഞാൻ ഇത് ആൾറെഡി ഒന്ന് പരീക്ഷിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ വിജയമായതുകൊണ്ടാണ് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ഹൈബ്രിഡ് ബോഗൻവില്ലയൊക്കെ കിളിപ്പിക്കാൻ പറ്റിയ നല്ലൊരു മെത്തേഡാണ്, ICU മെത്തേഡാണിത്. അപ്പോൾ നമുക്കിത് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഹൈബ്രിഡ് ബോഗൻവില്ലയുടെ കട്ടിങ്സ് കിളിപ്പിക്കാനുള്ള എളുപ്പ മാർഗ്ഗമാണ് നമ്മളിന്ന് കാണിക്കുന്നത് വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ആൾറെഡി ചില്ലി റെഡിൻ്റെ കട്ടിങ്സ് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ചില്ലിയിൽ നിന്ന് നമുക്ക് ചില്ലിയിൽ നിന്ന് കട്ടിങ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കട്ടിങ്സ് എങ്ങനെയാണ് കിളിപ്പിക്കുന്നതെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കിനി ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ കവർ എടുത്തിട്ടുണ്ട്. കവറിൽ നിറച്ച് മണ്ണ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ 5 കവറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കട്ടിങ്സ് നമ്മൾ കിളിപ്പിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നമ്മൾ ഈ കട്ടിങ്സ് എടുത്തിട്ട് ഇതേപോലെയുള്ള ഒരു ബ്ലേഡ് എടുക്കുക. ബ്ലേഡിന് മുമ്പ് നമ്മൾ ഇത് ഹൈഡ്രജൻ പെറോക്സൈഡോ സാഫോ എന്തെങ്കിലും ഒന്ന് ഉപയോഗിക്കണം. ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലെങ്കിൽ നമ്മുടെ സാനിറ്റൈസ് ചെയ്യുന്ന ഉണ്ടല്ലോ, നമ്മൾ അതായാലും മതി. അപ്പോൾ ഇതിൽ രണ്ടിലേതെങ്കിലും എടുത്ത് നമ്മുടെ ബ്ലേഡ് ഒന്ന് സാനിറ്റൈസ് ചെയ്യുക. ബ്ലേഡ് സാനിറ്റൈസ് ചെയ്തിട്ട് നമ്മളിപ്പം കട്ട് ചെയ്ത ഭാഗം കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചെത്തി വൃത്തിയാക്കണം. നമ്മൾ ഈ എഡ്ജ് കണ്ടോ, എഡ്ജ് ഒന്ന് ചെത്തി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലുള്ള ഇലകൾ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കളയുക. ചെറിയ മുളയൊന്നും കുഴപ്പമില്ല, ചെറിയ ഈ കിളുന്നില വരുന്നതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നടുന്നു. അപ്പോൾ ഇത് ആൾറെഡി നട്ടിട്ടുണ്ട്. അതേപോലെ ഇതും ഇത്രയും നീളം മതി. നമുക്ക് ഒരു സ്റ്റെമ്മ് കട്ടിങ്സ് എടുക്കുമ്പോൾ ഹൈബ്രിഡ് ആയാലും ഏതായാലും നാടനായാലും ഇത്രയും മതി. ഇത് വൃത്തിയാക്കി നമ്മൾ ഇതിലേക്ക് നടുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ നട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിലേക്ക് ഇറക്കി വെച്ച് ഇത് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി നോക്കാം. അപ്പം നമ്മളിത് ഈ കവറിൽ നമ്മൾ നട്ടിട്ടുണ്ട്. കാരണം ഇതേപോലെ മണ്ണിട്ട് നട്ടിട്ടുണ്ട്. ഇത് വെള്ളം വാർന്നു പോകുന്ന മണ്ണാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. നല്ലപോലെ വെള്ളം വാർന്നു പോകുന്ന മണ്ണാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് അവിയാതിരിക്കാനാണ്, തണ്ട് അവിയാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് നമ്മളിനി ഫ്രിഡ്ജ് ബോക്സിലേക്ക് ഇറക്കി വെക്കാം. ഫ്രിഡ്ജ് ബോക്സിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഏകദേശം ഇതിൽ സെറ്റായിട്ടുണ്ട്. ഇതിൽ വെച്ച് ഇനി ഇതിന് മേളിൽ നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് മൂടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിൽ മേളിൽ നല്ലപോലെ പ്ലാസ്റ്റിക് ഷീറ്റ് ഇടുക, എന്നിട്ട് കെട്ടി വെക്കുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് ICU മെത്തേഡായിട്ട് നല്ല രീതിയിൽ ഇതിൽ ടെമ്പറേച്ചറായിട്ട് നല്ലപോലെ കിളിച്ചു വരും. അപ്പോൾ നമുക്കിത് ആൾറെഡി നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇതൊന്ന് നോക്കാം. നമുക്ക് ആൾറെഡി നമ്മളൊരു ഫ്രിഡ്ജ് ബോക്സിൽ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കിളിച്ചോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. കട്ടി ഇത് ആൾറെഡി നമ്മൾ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ ഇതേപോലെ കവർ ചെയ്ത് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ ഇത് പരീക്ഷണം വിജയമായതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഹൈബ്രിഡ് ആയാലും നാടൻ ബോഗൻവില്ല ആയാലും നമുക്ക് നല്ലപോലെ കിളിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ദാണ്ടെ ഇതിലോട്ട് നോക്കി.
കെട്ട് അഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ റോപ്പിൽ കെട്ടി വെച്ചിരുന്നതാണ്. നമുക്കിതൊന്ന് മാറ്റി നോക്കാം. വീഡിയോ എടുക്കണേ. അടിപൊളിയല്ലേ? എല്ലാ ഫ്ലവർ വരെ വന്നിരിക്കുന്നു. നല്ല രീതിയിൽ കിളിച്ചിട്ടുണ്ട്. മിക്ക സ്റ്റെമ്മും ഒരു 90% നമ്മുടെ ഇത് സക്സസ് ആണ് കണ്ടോ ഫ്രിഡ്ജ് ബോക്സിൽ. പിന്നെ ഇല ടച്ച് ചെയ്യുന്നിടത്താണ് ഇങ്ങനെ അവിയുന്നത്. അപ്പോൾ ഇല ടച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മളെല്ലാം എടുക്കുക കവറിൽ നിന്ന്. അപ്പോൾ ICU മെത്തേഡിൽ ഉള്ള ഒരു ഇതാണ്. ഈ ഫ്രിഡ്ജ് ബോക്സ് ആകുമ്പോൾ നമ്മുടെ ടെമ്പറേച്ചറൊക്കെ കറക്റ്റ് കൺട്രോൾ ചെയ്ത് നല്ലൊരു ഹ്യൂമിഡിറ്റി ഇതിന് കിട്ടും. അപ്പോൾ അതുവഴി നമ്മൾ ഇതെല്ലാം കിളിപ്പിച്ചെടുക്കാം. അപ്പോൾ ഹൈബ്രിഡ് ബോഗൻവില്ല ചെയ്യുന്നവർക്ക് ഏറ്റവും ഫലവത്തായ ഒരു മെത്തേഡാണിത്. പഴയ ഫ്രിഡ്ജ് ബോക്സ് എടുത്ത് ഇതേപോലെ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് ബക്കറ്റോ എന്തെങ്കിലും പാത്രങ്ങളുണ്ടെങ്കിലും ഇതേപോലെ ചെയ്യാം. പക്ഷേ ഇതാവുമ്പം തെർമോക്കോളൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് കൺട്രോൾ കിട്ടും നമുക്ക്, ഹ്യൂമിഡിറ്റിക്കും എല്ലാത്തിനും. അപ്പോൾ ഇത് നല്ലൊരു സക്സസ് ആണ്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.